എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് നിന്നും ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. സർ, എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച വൈകിട്ട് ഓരോരുത്തരുടെയും പ്രഭാഷണം നടത്തുന്ന ഒരു ക്ഷേത്രമുണ്ട്. എല്ലാ പ്രഭാഷണങ്ങളും കേൾക്കാൻ ഞാൻ പോകാറുണ്ട്. ഈ കഴിഞ്ഞ ജൂൺ 28 വൈകുന്നേരം നടന്ന് പ്രഭാഷണം നടത്തിയത് ഒരു റിട്ടയേർഡ് സംസ്കൃത അധ്യാപികയായിരുന്നു. അവർ ഒരു കാര്യം പറഞ്ഞു, ഈ മൃഗബലി ഹിംസയല്ല അഹിംസയാണ് എന്ന്. അത് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു അസ്വസ്ഥത തോന്നി. ഈ ക്ഷേത്രങ്ങളിലും മറ്റും മൃഗങ്ങളെ ബലി കൊടുക്കുന്നത് ഹിംസയല്ല എന്ന് പറയുമ്പോൾ അത് എത്ര കണ്ട് ശരിയാണ്? ഇത് കഴിഞ്ഞതിന് ശേഷം 1-2 സ്ത്രീകൾ ഈ സംശയം അവരോട് ചോദിച്ചു. അപ്പോൾ അവർ ഇത്രമാത്രമാണ് പറഞ്ഞത്, മൃഗബലി ഒരിക്കലും ഹിംസയല്ല അഹിംസയാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിന് വേറെ വല്ല അർത്ഥവുമുണ്ടോ? എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഇവിടെ ടീച്ചർ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. പക്ഷെ മൃഗം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സാന്ദർഭികാർത്ഥമുണ്ട് ഇതിന്. ഇപ്പോൾ മൃഗമാംസം എന്ന വാക്ക് കേൾക്കുന്ന സമയത്ത് മാംസം ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മൃഗങ്ങൾ, അതായത് ആട്, പോത്ത്, പശു, പന്നി, മുയൽ എന്നീ ജീവികളെയാണ് ആദ്യം ഓർമ്മ വരിക. മൃഗീയമായി കൊലപ്പെടുത്തി എന്നൊരു വാർത്ത കാണുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ സിംഹം, പുലി ഇവയൊക്കെയാണ് ഓർമ്മ വരിക മൃഗീയമായിട്ടെന്നുള്ളത്. മൃഗനയനി എന്ന് പറഞ്ഞൊരു വാക്ക്, മാൻപേടയുടെ കണ്ണ് പോലെ മനോഹരമായ കണ്ണുള്ളവൾ എന്നർത്ഥം. അവിടെ മൃഗം എന്നുള്ളതിന് മാൻപേട എന്ന അർത്ഥമാണ് വരുന്നത്. അതായത് സാന്ദർഭികാർത്ഥമാണ് കൂടുതൽ. ഇവിടെ മൃഗം എന്ന വാക്കിന് ജീവിയല്ല ഉദ്ദേശിക്കുന്നത്, സ്വഭാവത്തെയാണ്. മൃഗം എന്ന് പറയാൻ കാരണം എന്താണ്? കാമം, ക്രോധം, ഇത് രണ്ടുമാണ്. ഇത് രണ്ടുമുള്ളവരെയാണ് മൃഗം എന്ന് പറയുന്നത്. ഈ മൃഗത്തിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് ഹിംസ്ര ജന്തുക്കൾ, അവരെയാണ് ശരിക്കും മൃഗം എന്ന് പറയുന്നത്. മറ്റൊന്ന് പശു എന്നാണ് പറയുക. പശു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന പശു മാത്രമല്ല, സാധുജീവികൾ, അതായത് എന്താ പറയുക, മാംസഭുക്കുകളല്ലാതെ സസ്യഭുക്കുകളായ ജീവികൾ. ഇപ്പോൾ പശു, പോത്ത്, എരുമ, ആട്, ആന, അങ്ങനെ മുയൽ, ഇതൊക്കെ ഉണ്ടല്ലോ. സസ്യഭുക്കുകളായുള്ള ജീവികളെ പശുക്കൾ എന്നും മാംസഭുക്കുകളായ ജീവികളെ മൃഗം എന്നും പറഞ്ഞു വരാറുണ്ട്. ഇവിടെ ഉദ്ദേശിച്ചത് കാമം, ക്രോധമാണ്. ഈ കാമം, ക്രോധം എല്ലാവർക്കുമുണ്ട്, മനുഷ്യർക്കുമുണ്ട്. പക്ഷെ മനുഷ്യരെ മൃഗം എന്ന് പറയില്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ മനുഷ്യന് അത് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. എനിക്ക് അതികഠിനമായ ദേഷ്യം വന്നു, പക്ഷേ സന്ദർഭം അനുസരിച്ച് എനിക്കത് നിയന്ത്രിക്കാൻ കഴിയും. അത് ഏത് വികാരമായാലും നിയന്ത്രിക്കാനുള്ള കഴിവ് മനുഷ്യനുള്ളത് കൊണ്ട് അത് നിയന്ത്രിക്കാതെ പ്രവർത്തിക്കുന്നവരെ മാത്രമാണ് മനുഷ്യ മൃഗം എന്ന് പറയുന്നത്, അല്ലാതെ മൃഗം എന്ന് പറയില്ല. എന്നാൽ ജീവികൾക്ക് അതില്ല. അപ്പം മൃഗത്തെ വധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമത്തെയും ക്രോധത്തെയും ഇല്ലാതാക്കുക എന്നാണ് അർത്ഥം. ഇപ്പം ഞാനൊരു മൃഗത്തെ വധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ളിലുള്ള കാമം, ക്രോധമാകുന്ന മൃഗത്തെ വധിച്ചു. അത് ഹിംസയാവില്ലല്ലോ. കാരണം ഇവിടെ ജീവിയെയല്ല കൊന്നത്. മനസ്സിലായില്ലേ? എൻ്റെ ഉള്ളിലെ കാമത്തെയും ക്രോധത്തെയും, കാമവും ക്രോധവുമാകുന്ന മൃഗത്തെ ഞാൻ വധിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ യോഗിയായി എന്നർത്ഥമാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മൃഗബലി ഹിംസയല്ല അഹിംസയാണ്. കാരണം ഞാൻ യോഗിയായി തീരുക ചെയ്യുന്നത്. എൻ്റെ ഉള്ളിലുള്ള കാമത്തെയും ക്രോധത്തെയും ഞാൻ വധിച്ചു കഴിഞ്ഞു. ആ അർത്ഥത്തിലായിരിക്കണം ഒരുപക്ഷെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഇനിയിപ്പോൾ ദൈവപ്രീതിക്ക് വേണ്ടി മൃഗബലി നടക്കുന്നത് കൊണ്ട് പാപമില്ല എന്ന അർത്ഥത്തിലാണോ പറഞ്ഞത്, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ ഹിംസയല്ല എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ബാക്കി ഏത് മൃഗത്തെ എപ്പോൾ വധിച്ചാലും ഹിംസ തന്നെയാണ്. അതിപ്പോൾ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് മൃഗബലി നൽകിയാലും അത് ഹിംസയാണ്.
അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടി മൃഗത്തെ വധിച്ചാലും അത് ഹിംസ തന്നെയാണ്, അഹിംസയൊന്നുമല്ല. അഹിംസ എന്ന് പറയുന്ന ഈ ഒറ്റ കാര്യത്തിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള, മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാമത്തെയും ക്രോധത്തെയും ഇല്ലാതാക്കുക. ആ ഇല്ലാതാക്കുന്നതിനെയാണ് അഹിംസ എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഇല്ലാതാക്കി കഴിഞ്ഞ് യോഗിയായല്ലോ. അതാണ് അതിൻ്റെ ശരിക്കർത്ഥം. പക്ഷേ ടീച്ചർ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞ് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ക്ഷേത്രങ്ങളിൽ ബലി കൊടുക്കായതുകൊണ്ട് ദൈവപ്രീതിക്കാണല്ലോ, അതുകൊണ്ട് അത് ഹിംസയായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൃഗത്തെ വധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വധിക്കുക പറഞ്ഞാൽ അത് എന്തും ഹിംസയാണ്. ഭക്ഷണത്തിനായാലും ആരാധനയ്ക്കായാലും അത് ഹിംസ തന്നെയാണ്. ഹിംസയല്ലാത്ത മൃഗബലി ഇത് മാത്രമാണ്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാമത്തെയും ക്രോധത്തെയും നിർമ്മാർജ്ജനം ചെയ്യുക, വധിക്കുക. ആ മൃഗബലി, എൻ്റെ ഉള്ളിലുള്ള കാമവും ക്രോധവുമാകുന്ന മൃഗത്തെ ഞാൻ ബലി നൽകുന്നു, എന്നിട്ട് ഞാൻ യോഗിയാകുന്നു. ഇതൊന്നിനെയും കൊല്ലുന്നില്ല. അതുകൊണ്ട് അത് ഹിംസയല്ല, അഹിംസയാണ്. ഇതാണ് അതിനുള്ള മറുപടി. ഇപ്പോൾ മനസ്സിലായി എന്ന് കരുതട്ടെ. നന്ദി, നമസ്കാരം.